ഏയ്, എന്താ ഇത്? ഇതുവരെയായിട്ട് നിങ്ങൾ റെഡി ആയില്ല? എന്താ ഇത്? എല്ലാവരും ഇവിടെ തന്നെ നിക്കുക. അവിടെ ദേ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോവാ. അത് അഞ്ജു, എന്താ മോളെ ആരതി അവള് പറഞ്ഞേ? അതൊന്നുമില്ല വല്യമ്മേ. അവളുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ടോന്ന് ചോദിച്ചതാ. ആരതി, സിദ്ധാർത്ഥിന്റെ മൂത്ത പെങ്ങളാണ് നീ. താലം എടുക്കേണ്ടത് നീയാ. ചടങ്ങുകളെല്ലാം ആദ്യം തുടങ്ങേണ്ടത് നീ തന്നെയാ. എന്നിട്ട് നീ ഇവിടെ തന്നെ നിൽക്കുവാണോ? ഇല്ല വല്യമ്മേ, ഞാനും അമ്മ നേരത്തെ റെഡി ആയതാ. അതിഥി അഞ്ജു റെഡിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവര് രണ്ടുപേരും എപ്പോഴും സ്ലോ ആണ്. ശരി ശരി, നിങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് അവരെ കൂടി കൊണ്ടുവാ. ശരി വല്യമ്മേ. പ്രമി, നീ എന്റെ കൂടെ വാ. നിങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നേക്കണേ. അല്ല, ഇവരുടെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അങ്ങനൊന്നുമില്ല, വെറുതെ എപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കും, അത്ര തന്നെ. നമുക്ക് പോവാം. ശരി ശരി, വേഗം വരാൻ നോക്ക്. അമ്മു, വേഗം റെഡിയായേ. ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിക്കണ്ട, നമ്മുടെ ചടങ്ങിന് ലേറ്റ് ആവും. ആവുന്നെങ്കി ആവട്ടെ. ആവശ്യമില്ലാതെ നിനക്ക് അപമാനമായപ്പോ അവിടേക്ക് പോവാൻ നമുക്കെന്തിനാ ഇത്ര അർജന്റ്? അമ്മ അടിച്ചത് എന്നെയല്ലേ, എനിക്കതിന് യാതൊരു വിഷമവുമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? ചുമ്മാ ഇരിക്കുക ചേച്ചി. ആ ശാരികയാണെങ്കിൽ എല്ലായിടത്തും വിഷം നിറയ്ക്കുക. ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ചേട്ടന് വേണ്ടി, നമ്മുടെ വല്യമ്മയ്ക്ക് വേണ്ടി. അവര് നമ്മളെ ഇത്രയധികം സ്നേഹിക്കുമ്പോ നമ്മൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ. അയ്യോ, അങ്ങനെ അല്ല ചേച്ചി. അതുമില്ല ഇതുമില്ല. എല്ലാവരും ഒന്ന് വേഗം റെഡിയായേ, നമുക്ക് പോവാം. അമൂല്യ, നിങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വിളിക്കാൻ പറഞ്ഞു. ആണോ? എവിടെ അവര്? സ്റ്റോർ റൂമിന്റെ അവിടെ ഉണ്ടാവുന്നാ പറഞ്ഞത്. നിങ്ങളോട് അവിടെ ചെല്ലാൻ പറഞ്ഞു. ചേച്ചി, നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾ കൂടി വാ. അച്ഛാ, 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 അച്ഛാ. ഇതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ? ഇവിടെയൊക്കെ അച്ഛൻ ജോലി ചെയ്യോ? അത് ശരിയാണല്ലോ. എവിടെ? എന്നിട്ട് അച്ഛനെ കാണുന്നില്ലല്ലോ. ആരാത്? വാതിൽ തുറക്ക്. ആരാ ഇത് പൂട്ടിയിട്ടത്? ആരാത്? വാതിലൊന്ന് തുറക്കോ. ആരെങ്കിലും വാതിലുണ്ടോ? വാതിലൊന്ന് തുറക്ക്. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ അവിടെ? നന്നായിട്ട് കരഞ്ഞു. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയാൻ പോകുന്നില്ല. പ്രാണം പോകുന്ന പോലെ അലറി കരഞ്ഞാലും അതാരും കേൾക്കില്ല. നീ എന്നെ തന്നെ ഇൻസൾട്ട് ചെയ്തല്ലേ? വാതിലൊന്ന് ഇവിടെ തുറക്ക്. കിടന്നാ മതി. പ്ലീസ്, വാതിലും തുറക്ക്. പ്ലീസ്, വാതിലും തുറക്ക്. പ്ലീസ്. സിദ്ധാർത്ഥെ, ഫോണും അടുത്ത് വെച്ച് നീ ഇരിക്കാൻ പാടില്ല. ചടങ്ങുകൾക്കിടയിൽ ഫോൺ വന്നാൽ അത് ശരിയാവില്ല. കുറച്ചു നേരമായിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടില്ല. എല്ലാരും എത്തിക്കഴിഞ്ഞോ? ആ, എല്ലാരും വന്നല്ലോ. അങ്ങനെയാണോ? ഇല്ലെന്ന് തോന്നല്ലോ. ഇല്ല മോനെ, എല്ലാവരും വന്നു. ചടങ്ങിനിടയിൽ ആർക്കെങ്കിലും തെറ്റുപറ്റുമോ? ആ സരോജ, അതേ വരുന്നു. അതവിടെ വെക്കില്ല, ഞാൻ വരുന്നു. ഒരു മിനിറ്റ്. ഡയറക്റ്റ് ആയിട്ട് എന്റെ ഡ്രീം കേളി വന്നില്ലെന്ന് ഞാൻ എങ്ങനെ പറയും? ആരെ കുറിച്ചാ കാര്യമായിട്ട് അന്വേഷിക്കുന്ന ആളിയാ? എന്റെ കുഞ്ഞമ്മയുടെ മക്കളെ കുറിച്ചാണോ? അവര് വന്നോളും, ഡോണ്ട് വെറി. അവരില്ലെങ്കിൽ പിന്നെ ഈ ഫംഗ്ഷൻ കളറാവില്ലല്ലോ. ഹലോ അളിയ, നീ സൂപ്പർ. ആരെങ്കിലും തുറക്ക്. വാതിലൊന്ന് തുറക്ക്. വാതിലൊന്ന് തുറക്ക്. ആരെങ്കിലും പുറത്തുണ്ടോ? ദയവേത് വാതിൽ തുറക്ക്. എനിക്കിവിടെ ശ്വാസം മുട്ടുന്നു. ആരാ ഇത് പൂട്ടിയേ? വാതിൽ തുറക്ക്. അയ്യോ എന്റെ ദൈവമേ,
എത്ര നേരമായിട്ട് വാതില് തട്ടിക്കൊണ്ടിരിക്ക, ആരും അത് കേൾക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേച്ചി എത്ര കഷ്ടപ്പെട്ട് റെഡിയായതാ, ഇന്നിനി എല്ലാം വേസ്റ്റ് ആവും. ഇന്നിനി നൈറ്റ് റിസപ്ഷൻ കഴിഞ്ഞ് എല്ലാരും തിരിച്ചു വരുന്നവരെ നമ്മൾ ഇവിടെ കിടക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ ചേച്ചി. രാത്രി നല്ല ബുഫേ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ശരിക്കൊന്നും കഴിച്ചുമില്ല. ഇവിടെ ആണെങ്കിൽ ഇനി ഒരു ബുഫേ ഇല്ല, കുന്തുമില്ല. ഇവിടുന്ന് എങ്ങനെ പുറത്ത് കിടക്കുന്ന ചിന്തിച്ചോണ്ടിരിക്കുമ്പോ അവക്ക് ഓടിനെ പറ്റിയ ചിന്ത. അകത്തായതുകൊണ്ടാ ചേച്ചി ഇങ്ങനെ ചിന്തിക്കുന്നേ. ആ കുട്ടി എന്തിനാ നമ്മളോട് വന്ന് കള്ളം പറഞ്ഞേ? ഞാനും അത് ആലോചിച്ചോണ്ടിരിക്കുന്നേ. ആ കുട്ടി നമ്മളോട് കള്ളാ പറഞ്ഞത്. അച്ഛൻ ഇവിടെ വന്നിട്ടേ ഉണ്ടാകില്ല. അത് ശരിയാ ചേച്ചി, ഇതാരോ വേണോന്ന് വെച്ച് പ്ലാൻ ചെയ്തതാ. ഏയ് വെറുതെ ഇരിക്കണേ, അങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട. പുറത്തുള്ള ആരോ വാതില് തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് അകത്തേക്ക് നോക്കാതെ അടച്ചതും ആയിക്കൂടെ. ആരും നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിക്കണ്ട. ആരെങ്കിലും വരുമെന്ന് നമുക്ക് നോക്കാം. ചേച്ചി എനിക്കിനി നിക്കാൻ പറ്റില്ല, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. പറ്റുന്നില്ലേ ചേച്ചി? അഞ്ജു 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 എന്താ പറ്റിയേ? അഞ്ജു, ചേച്ചി വാ, ഇവിടെ നമുക്ക് അവിടെ ഇരുത്താം. അഞ്ജു അഞ്ജു പതുക്കെ നടക്ക്. അഞ്ജു നീ പതുക്കെ വാ. ഇവിടെ ഇരുന്നേ. പതുക്കെ ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്ക് അഞ്ജു. അയ്യോ ചേച്ചി നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് പുറത്ത് കിടക്കണം. ഇവിടെ വെന്റിലേഷൻ പോലും ശരിയല്ല. എങ്ങനെയായ അഞ്ജുരി തീരെ വയ്യാതാവും. ആദ്യ ഓൾറെഡി ലേറ്റ് ആണ് മോളെ, പോയി എവിടെ ഇരിക്കേ. അവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവില്ലേ? പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഇരിക്കുന്നേ? പിന്നീട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. റിസപ്ഷൻ തുടങ്ങിയ പിന്നെ നിനക്ക് ഇരിക്കാൻ പോലും പറ്റില്ല. വന്നവരെല്ലാം സൂല അനിമൽസിന്റെ ഫോട്ടോ എടുക്കുന്ന പോലെ നിങ്ങൾ രണ്ടുപേരും അടുത്തിരുത്തി ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കും. രണ്ടാളും വിടാൻ പോകുന്നു. അതായിക്കോട്ടെ, കല്യാണം എന്റെ അല്ലേ, അതൊന്നും സാരില്ല. അതല്ലെങ്കിൽ പിന്നെ ബന്ധുക്കളെ ഒന്നും നമുക്ക് ഇങ്ങനെയൊന്നും കിട്ടില്ലല്ലോ ചേട്ടാ. ശരി വിട്ടേക്ക്, നിന്റെ തലവിധി, ഞാൻ എന്ത് ചെയ്യാനാ. അതിരിക്കട്ടെ, ഇന്ന് ചേട്ടനെ കാണാൻ നല്ല ഗ്ലാമർ ആയിട്ടുണ്ട്. മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആണ് ഇന്ന് ചേട്ടൻ. ഇപ്പൊ തന്നെ ചേട്ടനെ കുറിച്ച് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട, വാ നടക്ക്. ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ പറയ്. സിദ്ധാർത്ഥിന് വേണ്ടി ഞാൻ ഒരു വാച്ച് കൊണ്ടുവന്നിരുന്നു. അതെനിക്ക് സിദ്ധാർത്ഥിന് റിസപ്ഷന് മുമ്പ് സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്ന് ശാരികയോട് പറഞ്ഞു. ദാറ്റ്സ് ഗുഡ്. അതിനിപ്പോ എന്താ? പക്ഷെ അത് ശാരിക മറന്നുപോയി എന്ന് പറഞ്ഞു. സിദ്ധാർത്ഥിന് വാച്ചും ഇല്ല. അതുകൊണ്ട് അവളുടെ റൂമിൽ പോയി അതൊന്ന് എടുത്തോണ്ട് വരും ചേട്ടാ. റിസപ്ഷന് സിദ്ധാർത്ഥിന്റെ കയ്യിൽ ആ വാച്ച് ഉണ്ടാവണമെന്ന് എന്റെ ഒരു ആഗ്രഹം. ഞാൻ ആ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് പോണെന്നോ? അല്ല, ആ വാച്ച് അവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ചേട്ടാ അവിടെ ഒന്നും ആരും ഉണ്ടാവൂല, എല്ലാവരും ഇവിടെ നിൽക്കുകയല്ലേ. ഞാൻ വാച്ച് കൊടുത്തപ്പോ ശാരിക എന്റെ മുന്നിൽ വെച്ച് അലമാരിയിൽ വെച്ചത്. അതിന്റെ കീ എന്റെ കയ്യിലാ ഉള്ളത്, നോക്ക്. ഞാനിപ്പോ പോയേ പറ്റുള്ളൂ. അവിടെ ഇപ്പൊ ആരുമില്ല. പ്ലീസ് ചേട്ടാ, എന്റെ ഏത് ഫ്രണ്ട്സിനെ കണ്ടാലും നീ ഒഴിഞ്ഞു മാറും. ഇവരെല്ലാവരും എവിടെയും പോവാതെ ഇത്ര നേരം എന്റെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്. ഇത്രയും ചെയ്തു തന്ന നിനക്ക് ഇതുകൂടെ ചെയ്തു തന്നൂടെ? പ്ലീസ് ചേട്ടാ. ശരി, ഓക്കെ. ചേച്ചി തുറന്നില്ലേ? കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കെ. ആരെങ്കിലും വരുമോ നോക്കാം. നമുക്ക് പുറത്ത് കിടക്കാം, നിനക്ക് ഒന്നും സംഭവിക്കില്ല. ആരെങ്കിലും ഉണ്ടോ അവിടെ? പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാതില് തുറക്ക്. അല്ല, എല്ലാം തയ്യാറായല്ലോ, ചടങ്ങുകൾ ആരംഭിച്ചാലോ? തിരുമേനി, ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? എന്റെ അനിയത്തിയുടെ മക്കൾ ഇതുവരെ വന്നില്ല. അയ്യോ, അവര് കുറച്ചു മുമ്പേ എത്തിയതാണല്ലോ. അവര് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാ. പിന്നെ എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവും. അയ്യോ, അവരൊക്കെ എവിടെ പോയി? ഇനിയും ലേറ്റ് ആവുകയാണെങ്കിൽ ഇവരും റിസപ്ഷന് റെഡി ആവാൻ ലേറ്റ് ആവൂലേ? ചേച്ചി, ഇനി നമ്മളിവിടെ എന്ത് ചെയ്യും? വിളിച്ചാലൊന്നും കേക്കില്ല അങ്ങോട്ട്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോ ആരെങ്കിലും വന്ന് വാതിൽ തുറന്നു തന്നാലോ? ചേച്ചി,
എനിക്ക് തോന്നുന്നത് നമ്മളെ ആരോ മനഃപൂർവ്വം തന്നെ പുറത്തുനിന്ന് പൂട്ടിയതാണെന്നാ. വേറെ ആരാ? സാരിക. അമ്മേ, നമ്മുടെ ആരതിയാണ് സിദ്ധാർത്ഥിന്റെ മൂത്ത പെങ്ങള്. അവളാ ചടങ്ങ് തുടങ്ങേണ്ടത്. അവള് വരാതെ എങ്ങനെയാ ചടങ്ങുകളൊക്കെ തുടങ്ങാ? ഒന്ന് വേഗാവട്ടെ, മുഹൂർത്തത്തിന് സമയമായി. ആ ശരി തിരുമേനി. പ്രമി, കുട്ടികൾ എങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല ചേച്ചി, അവര് നമ്മുടെ കൂടെ വന്നിരിക്കുന്നാ ഞാൻ കരുതിയേ. അവള് ശരിക്കും എത്ര ചീപ്പായിട്ടാ ബിഹേവ് ചെയ്യുന്നത്. നാണം കെട്ടവള്. നമ്മൾ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതുകൊണ്ടുള്ള അസൂയ കൊണ്ട് അവള് കാണിച്ച പണിയാ. നമ്മുടെ ആരതി ചേച്ചിയല്ലേ മൂത്ത പെങ്ങൾ? ചേച്ചി ഇല്ലെങ്കിൽ അവള് തന്നെയല്ലേ അപ്പൊ ചടങ്ങ് ചെയ്യണ്ടേ? ഇതൊക്കെ ആ കഴുതിയോട് പറഞ്ഞ അവൾക്ക് മനസ്സിലാവോ? നമ്മുടെ ചേച്ചി ആദ്യം മഞ്ഞൾ തേക്കുന്ന വിചാരിച്ചുള്ള അസൂയ കൊണ്ട് അവൾ ഇത് ചെയ്തത്. ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ എവിടുന്ന് കിട്ടുന്നു അവൾക്ക്? നിനക്കൊന്നും വരില്ല അഞ്ജു. അഞ്ജു, എന്റെ ചേട്ടന്റെ കല്യാണത്തിന് വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടാൻ ഞാൻ സമ്മതിക്കുന്നില്ല. കല്യാണ മണ്ഡപത്തിൽ അവരുടെ നിഴല് പോലും വീഴിക്കില്ല. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? സമയം പോവുകയല്ലേ, ചടങ്ങുകൾക്കുള്ള മുഹൂർത്തമായി. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ക്ഷമിക്കണേ തിരുമേനി. പത്മേ, എന്തായാലും ചടങ്ങുകളൊക്കെ തുടങ്ങി വെക്കാം. അപ്പോഴേക്ക് അവരിങ് എത്തിക്കോളും. അതെ മോളെ, ആ പറഞ്ഞു തന്നെയാണ് ശരി സുഹാസിനി. അമ്മേ, എനിക്കും അറിയാം അതാ നല്ലതെന്ന്. പക്ഷേ നമ്മുടെ വീട്ടിലെ കുട്ടികളല്ലേ, അവരില്ലാതെ എങ്ങനെയാ ചടങ്ങുകൾ നടത്തുക? കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം, അപ്പോഴേക്കും അവര് വരും. അമ്മേ, നിങ്ങൾ 5 മിനിറ്റ് അല്ല 1 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ അവര് വരില്ല. അവരെ മാറ്റി നിർത്തണം നല്ല മോളെ ഉദ്ദേശിച്ചത്. എന്തായാലും ചെറുക്കന്റെ വീട്ടുകാരിൽ മുതിർന്നവർ നിങ്ങളല്ലേ, അതുകൊണ്ട് ചടങ്ങുകൾ നിങ്ങൾ തന്നെ ആദ്യം തുടങ്ങണം. അവരെന്തായാലും പിന്നെ വന്നോളൂ, പോരെ? അതെ ചേച്ചി, അവർക്ക് വേണ്ടി കാത്തു നിൽക്കൊന്നും വേണ്ട. അവരെപ്പോ വരുമോ എന്തോ. നിങ്ങൾ ചടങ്ങുകൾ തുടങ്ങിക്കോളൂ. അപ്പോഴേക്കും അവര് വന്നാ നന്നായി. ഇല്ലെങ്കിൽ നമ്മുടെ സാരിക മഞ്ഞൾ തേച്ചു കൊടുക്കും. തിരുമേനി തുടങ്ങിക്കോളൂ. വരുമോളെ, അപ്പൊ ചടങ്ങുകൾ തുടങ്ങാം. ഈ വാതിലൊന്ന് തുറക്ക്. ദയവ് ചെയ്ത് ഈ വാതിൽ ആരെങ്കിലും ഒന്ന് തുറക്ക്. പുറത്തെവിടെ ആരെങ്കിലും ഉണ്ടോ? ഇത് അവളുടെ വോയിസ് തന്നെയല്ലേ? വാതിലൊന്ന് തുറക്ക്. ഇത് ആരെങ്കിലും ഒന്ന് തുറക്കോ? പുറത്തെവിടെ ആരെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ ചെയ്ത ഹെൽപ്പിന് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ. അത് മൈൻഡേ ചെയ്യുന്നില്ല. ഓക്കെ, വിട്ടേക്ക്. എല്ലാം നമ്മുടെ ആൾക്കാരല്ലേ. താങ്ക് യു സോ മച്ച് വിക്കി, താങ്ക് യു. നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് ഇനി ഞങ്ങൾ താങ്ക്സും കൂടി പറയണോ? നിങ്ങൾ കാരണമാണ് എന്റെ ചേച്ചി അമ്മ ആദ്യമായിട്ട് അടിച്ചത്. ഇയാള് തന്നെയല്ലേ ചേച്ചി ആ മഹാനായ മനുഷ്യൻ? നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ചെയ്ത ഈ പണിക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും അധികാവില്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ പോസ് ചെയ്യാൻ വന്നിരിക്കുന്നോ? അയ്യോ അല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുവാ. ഡോർ ലോക്ക് ചെയ്തത് ഞാനല്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് വന്ന് നിന്ന് നന്നായി അഭിനയിച്ച് പിന്നിൽ നിന്ന് അപമാനിക്കുന്നു. ഭിക്ഷ കൊടുത്താലും അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്ന ആൾക്കാരെ ചേച്ചി ഇവര്. അല്ല, ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാരും കൂടി എന്നിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? ഇനി എന്താ നിങ്ങക്ക് ചെയ്യാനുള്ളേ? കടയിൽ പോയി കാശ് കൊടുത്തിട്ട് അത് അമ്മയോട് പോയി കൊളുത്തി കൊടുത്തില്ലേ, അതുപോരെ? കൊളുത്തി കൊടുത്തുന്നോ? അതും ഈ ഞാനോ? വെറുതെ ഒരു മിണ്ടാപ്രാണിയെ ഇങ്ങനെ സംശയിക്കുന്ന തെറ്റാ. ആ കുട്ടി പേഴ്സ് എടുത്തിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കാശ് കൊടുത്തു. ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്നത് തെറ്റാണോ? ഹെൽപ്പ് ചെയ്യുന്നത് തെറ്റല്ല, അതെല്ലാം നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുന്നതാ തെറ്റ്. നാട്ടുകാരോടോ? കടയിൽ പോയപ്പോ അവർ പേഴ്സ് എടുത്തില്ല, അവിടെ ഞാനാ പേ ചെയ്തത്. അത് തിരിച്ചു തരേണ്ട കാര്യമില്ലാന്ന് പറയണമായിരുന്നു. അയ്യോ, എന്റെ ഉദ്ദേശം അതല്ലായിരുന്നു. മതി, ഒന്ന് നിർത്ത്. കണ്ടാ നല്ല ആളാണെന്ന് തോന്നുമല്ലോ. ചെയ്യുന്നതൊക്കെ ദുഷ്ടപ്രവൃത്തികളും. അമ്മ വന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളെ പോലുള്ളവരോട് സംസാരിക്കാനേ പാടില്ല. നിങ്ങളെ പോലുള്ളവരെ കണ്ടാൽ തന്നെ ആട്ടി ഓടിക്കണം. ഒന്ന് നിർത്ത്.
പിന്നെ നിങ്ങൾക്കറിയാവുന്ന ലോകത്തിലെ എല്ലാ തരത്തിലുള്ള തെറികളും നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞില്ലേ? കല്യാണപ്പെണ്ണിന്റെ ഏട്ടനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വെറുതെ വിടുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. അല്ല, ഒരു നിരപരാധി ഇങ്ങനെ കൈ കിട്ടിയെന്ന് വെച്ച് എന്തും പറയാമെന്നാണോ? ഞാൻ നിങ്ങളെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിട്ട് ചടങ്ങിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ഓരോരുത്തരായിട്ട് എനിക്ക് ബോംബിടുവാണല്ലോ. ഇനിയും വെറുതെ വൈകിക്കണ്ട. സ്വന്തം അനിയത്തി ശാരിക ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവളുടെ കൈകൊണ്ട് മഞ്ഞൾ തേച്ച് ചടങ്ങുകളെല്ലാം തുടങ്ങട്ടെ. ആ മോള് ചെല്ല്. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധി. ഒന്ന് നിർത്തിയേ. എല്ലാരും എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നത്? മൂത്ത പെങ്ങള് വന്നു, അതുകൊണ്ടാ നിർത്താൻ പറഞ്ഞത്. ശാരികെ, ഒരു മിനിറ്റ് ഇതൊക്കെ, നീ ഇങ്ങോട്ട് വാ. ആരതി, നീ എന്തിനാ മോളെ അവിടെ തന്നെ നിൽക്കുന്നത്? സമയമായി, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വാ വാ, വേഗം വാ. എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും നേരം? പ്രമി, ഇത് ചോദ്യം ചെയ്യാനുള്ള സമയമല്ല. ആരതി, വാ മോളെ, മഞ്ഞളെടുക്ക. ആ മോള് ചെല്ലി. ശാരികെ, നീ ഒരു മിനിറ്റ് ഇതൊക്കെ. അമൂല്യ, വാ മോളെ. അമൂല്യ നിന്നെക്കാളും 2 ദിവസം മൂത്തതാ. അവൾ ആദ്യം ചെയ്യട്ടെ. വാ. എന്താ എല്ലാം കഴിഞ്ഞോ? എന്താ ഇവിടെ ഡാൻസും പാട്ടും ഒന്നും ഇല്ലാത്തത്? എന്റെ അമ്മേ, ഈ ചടങ്ങിൽ എന്തിനാ ആട്ടവും പാട്ടും ഒക്കെ? സുഹാസിനി, ഇതില് തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു തെറ്റുമില്ല. ഞാൻ റെഡിയാ. ഇപ്പൊ ആരാ തുടങ്ങാൻ പോകുന്നത്? അതിന് ചെറുക്കന്റെ വീട്ടുകാരുണ്ടല്ലോ. വേഗം വേഗം വേഗം.
ഏയ് എന്റെ മകൾ അമ്മുനെ കണ്ടോ? അവിടെ റൂമില് മൊബൈൽ നോക്കി ഇരിപ്പുണ്ട്. ഏയ് നിങ്ങൾ റെഡിയായിട്ട് റൂമിൽ തന്നെ എന്തെടുക്കുക? നോക്കിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളെ ഞാൻ കാണാതാവുമല്ലോ. അതെ അമ്മ, അമ്മയുടെ ഹെയർ സ്റ്റൈല് അതമ്മേ ടോപ്പ് ടു ബോട്ടം റെഡി ആയെന്ന് പറയാൻ വന്നതാ. അതുകൊണ്ടാ ഇവിടെ തന്നെ ഇരുന്നത്. എപ്പോഴേ റിസപ്ഷൻ തുടങ്ങി കാണും. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? അവൾ ആരതി എവിടെ? ഹലോ, അടുത്ത് തന്നെ ഒന്ന് നോക്കിയിട്ട് ചോദിക്ക്. അടുത്ത് നോക്കിയേ കാണുവോ? നീ ഇവിടെ തന്നെ ഉണ്ടോ? ഞങ്ങൾ എപ്പോഴേ റെഡിയായി കഴിഞ്ഞതാ എന്റെ അമ്മേ. തമാശയൊന്നും അല്ലല്ലോ, നിങ്ങൾ ഇപ്പോഴും റെഡി ആയിട്ടില്ലല്ലോ. ഞാനും റെഡിയാണ്. ഇങ്ങനെയാണോ റെഡി ആവുന്നത് അമ്മേ? ഇത് നല്ല തമാശ തന്നെ. ശരിക്കും പറയാമേ, ഇങ്ങനെ തന്നെയാണോ സ്റ്റേജിലേക്ക് പോകുന്നത്? എന്താ ഇതിന് കുഴപ്പം? ഇത് നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പ്രമീള എന്ന് വെച്ചാ ആരാ? ആരതി കാറ്ററിംഗ് MD. 4 അത്ഭുതങ്ങളായ പെൺമക്കൾക്ക് ജന്മം കൊടുത്ത മഹാറാണി. കുറഞ്ഞത് ഒരു 4 പേര് കണ്ടുവെക്കുന്ന പോലെയെങ്കിലും ഉണ്ടാവണ്ടേ അമ്മേ നിങ്ങള്?